സ്ഥിതി സമത്വം, അവസര സമത്വം, സമഭാവന ഇതൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ കരുത്ത്. എന്നാൽ ഈ മഹാഭാഗ്യങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് കിട്ടാക്കണിയാണ്. പണവും സ്വാധീനവുമില്ലാത്തവർ ചൂഷണം ചെയ്യപ്പെടുകയും ഇരയാക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഏക ആശ്രയമാണ് ഈ രാജ്യത്തെ കോടതികളും സിവിൽ സർവീസ് സംവിധാനവും. എന്നാൽ പല കാരണങ്ങളാൽ കോടതിയിലുള്ള വിശ്വാസം പോലും ജനങ്ങൾക്ക് കുറഞ്ഞു വരികയാണ്. ചില ന്യായാധിപന്മാരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ തങ്ങൾ നേതാക്കന്മാരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്തയിൽ അവരോട് പ്രതിബദ്ധത കാണിക്കുവാനുള്ള ചില ന്യായാധിപന്മാരുടെ അതിരുകടന്ന താൽപ്പര്യമൊക്കെ ജനങ്ങളിൽ വിശ്വാസക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോടതികളെ അപേക്ഷിച്ച് സിവിൽ സർവീസ് മേഖല കുറെ കൂടി സ്വതന്ത്രമാണ് എന്ന് പറയാം. കാരണം സിവിൽ സർവീസിൽ എത്തുന്നവർ ആരുടെയെങ്കിലും ശുപാർശ കൊണ്ടോ കാരുണ്യം കൊണ്ടോ ആ പദവിയിൽ എത്തുന്നവരല്ല. അസാധാരണമായ കഴിവും കഠിനാധ്വാനവും ഉള്ളവർക്കാണ് ആ പദവിയിൽ എത്തിച്ചേരാൻ കഴിയുക. കാരണം UPSC നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷ അതികഠിനമാണ്. കഴിഞ്ഞ ദിവസമാണല്ലോ സിവിൽ സർവീസിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടായത്. നമ്മുടെ രാജ്യത്ത് ഒരു വർഷം 180 IAS-കാരും ഏകദേശം 145 IPS-കാരും 50ഓളം IFS-കാരുമാണ് ആവശ്യമായിട്ടുള്ളത്. സിവിൽ സർവീസ് പട്ടികയിൽ ഏതാണ്ട് 1200ഓളം ആളുകളെയാണ് ഒരു വർഷം കണ്ടെത്തുക. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നവരെ ഏതാണ്ട് 10 ലക്ഷത്തോളം വരുമെങ്കിലും ജയിക്കുന്നവരുടെ എണ്ണം ഇത്രയും ചെറുതായതുകൊണ്ടാണ് ഇത് കടന്നുകൂടാൻ ബുദ്ധിമുട്ടുള്ള വലിയ കടമ്പകളുള്ള പരീക്ഷയായി കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥര് അറിവുള്ളവരും രാജ്യസ്നേഹമുള്ളവരും പാവപ്പെട്ടവരോട് കൂടുതൽ പ്രതിബദ്ധത കാണിക്കുന്നവരുമാണ്. ബാഹ്യമായ സ്വാധീനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴിപ്പെടാതിരിക്കുന്നതിന് സർക്കാർ വലിയ പരിഗണനയാണ് സിവിൽ സർവീസിന് നൽകിയിട്ടുള്ളത്. ആരെയും ആശ്രയിക്കാതെയും ആർക്കും കീഴ്പ്പെടാതെയും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ സർക്കാർ അവർക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. എല്ലാ വിഷയങ്ങളിലും അറിവും അധികാരവും അടിസ്ഥാന സൗകര്യങ്ങളും അവർക്കുണ്ട്. ഇത് അവരുടെ നിലയും വിലയും വിട്ട് പെരുമാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭരണഘടനയുടെ പ്രത്യേക പരിരക്ഷയും ഇവർക്കുണ്ട്. 53, 154, 311, 312 ഖണ്ഡികകളിൽ ഇവർക്ക് നിയമ പരിരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നതായി കാണാൻ കഴിയും. സിവിൽ സർവീസ് രാജ്യത്തിൻ്റെ ഉരുക്ക് ചട്ടക്കൂടാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഉരുക്ക് ചട്ടക്കൂട് എന്ന് സിവിൽ സർവീസിനെ വിശേഷിപ്പിച്ചത്. ഇത്രയും വലിയ അധികാര കേന്ദ്രങ്ങളിലായിരുന്നിട്ടും അവരുടെ നിലയ്ക്കും പദവിക്കും ചേരാത്ത വിധത്തിലുള്ള വാക്കും പ്രവൃത്തിയും സമീപകാലത്ത് ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് സമൂഹത്തിൽ ചർച്ചയാവുകയും അവർ വിവാദത്തിൽ പെടുകയും ചെയ്തു. വലിയ അധികാരവും സ്വാതന്ത്ര്യവും ഉള്ളതുപോലെ തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കർശനമായ ചിട്ടകളും അച്ചടക്കങ്ങളുമുണ്ട്. അതിൻ്റെ ലംഘനമാണ് സമീപകാലത്തുണ്ടായിട്ടുള്ളത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെല്ലാവരും രാഷ്ട്രീയം അറിയുന്നവരാണ്. വ്യക്തിപരമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും അവർക്കുണ്ടാകും. പക്ഷേ ഒരു കാരണവശാലും അവർ രാഷ്ട്രീയ നിഷ്പക്ഷത വിട്ട് പെരുമാറാനോ സംസാരിക്കാനോ പ്രതികരിക്കാനോ പാടുള്ളതല്ല. അതിലാണ് കുറേ പേർക്ക് സമീപകാലത്ത് വീഴ്ചയുണ്ടായിട്ടുള്ളത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളോടാണ് കടപ്പാട്.
നേതാക്കന്മാരോടല്ല. വ്യക്തിപരമായ താല്പര്യങ്ങൾ പലരോടും ഉണ്ടായെന്ന് വരാം. പക്ഷേ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല. നൂതന സാങ്കേതിക വിദ്യകളെല്ലാം അറിയുന്നവരാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ അഭിരമിക്കുന്നത് അവർക്ക് യോജിച്ച കാര്യമല്ല. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തന്നെ സൈബർ പോരാളികളായി മാറുന്നത് അഭികാമ്യമല്ല. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് അത്താണിയായി മാറേണ്ട കോടതിയും സിവിൽ സർവീസും സംശുദ്ധമാകേണ്ടത് ആവശ്യമാണ്.